എഴുതി വെച്ച പ്രമാണം അനുസരിച്ച് പുഴയോരം വീട് എന്റേതും അമ്മയുടേതും കൂടിയാ. അച്ഛനെ ദ്രോഹിക്കാനും ഇല്ലാതാക്കാനും നോക്കിയവര് ഇനി ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഇവരെ പോലുള്ളവർക്ക് ഒരു സ്ഥാനങ്ങ് കൽപ്പിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സ്ഥാനത്തെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന് പറയാം. പിന്നെ എളുപ്പമായല്ലോ മറ്റുള്ളവരുടെ തലക്കേറിയിരുന്ന് നിറങ്ങാൻ. ഞാനേ കളരിക്കല്ല നവീന്റെ ഭാര്യ. ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാനത് നടപ്പിലാക്കാൻ പോവാ. എന്നെ ആരും തടയാൻ വരണ്ട. ദേ, ഇനി മുതൽ 2 പേർക്കും കളരിക്കൽ വീടിന്റെ ഗേറ്റിന്റെ പുറത്താ സ്ഥാനം. വാ ഇങ്ങോട്ട്. ഇറങ്ങാൻ ഇറങ്ങനെ പറഞ്ഞേ. നവീൻ, കാണുന്നില്ലേ നീ ഇത്? ഞാൻ നിന്റെ ഭാര്യയോട് സംസാരിക്കാൻ പോയിട്ടില്ല. നിക്കത് ഇങ്ങോട്ട് ഇറങ്ങടി. ഇവളായിട്ട് ഇങ്ങോട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയതാ. വിടാൻ പറ. ഇറങ്ങാൻ. മുത്തശ്ശിയോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ലല്ലോ നവി. അത്രയ്ക്ക് നാണം കെട്ട ജീവിതമായ നവീൻ നിന്റെ. കീർത്തിയെ വിട്. കീർത്തിയെ വിടാനാ പറഞ്ഞേ. അയ്യോ, കീർത്തിക്ക് എന്താ പ്രത്യേകത? കീർത്തി ഇവിടുന്ന് പോകുന്നില്ലേ? എന്താ ഇത്ര വിഷമം നവീന്? ഓ, ഇവള് വല്ലാണ്ടങ്ങ് സ്നേഹിച്ചിരുന്നതല്ലേ? കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു നടന്നതല്ലേ? ആ സ്നേഹമൊക്കെ ഇപ്പൊ എന്താ തിരിച്ചു തോന്നി തുടങ്ങിയോ? എനിക്ക് സർപ്പദോഷം ഉണ്ടെന്ന് പറഞ്ഞ് 2 പേരും കൂടെ വേറെന്തെങ്കിലും തീരുമാനം എടുത്തോ? അത്രക്ക് ഇഷ്ടാണെങ്കിലേ ഇവളെയും കൂടെ അങ്ങ് കെട്ടിക്കോ. എന്നെ കൂടെ അത് പറയിപ്പിക്കാനല്ലേ നിങ്ങൾ 2 പേരും കൂടെ ശ്രമിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ കാണാതെ രഹസ്യമായിട്ടുള്ള ഇടപാടുകളൊന്നും ഇനി വേണ്ട. നവീനെ, പറയുന്ന വാക്കുകൾക്ക് ഒരു അന്തസ്സുണ്ടായിരിക്കണം. ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ച് പറയാന്ന് കരുതരുത്. നവീൻ എന്നെ തല്ലിയല്ലേ? അനാവശ്യമായിട്ട് സംസാരിച്ചാലേ ഇനിയും തല്ലും. നോക്കിക്കോ, ഇതിന് നവീൻ വേദനിക്കും. ഞാനാ പറയുന്നേ. മോളെ നിക്ക്, പോവല്ലേ. വിട്. ഒന്നുകിൽ ഈ നിർമ്മല കുടുംബം ഇവിടുന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. മോളെ നിക്ക്. മോനെ, പോകുന്നവരൊക്കെ പൊക്കോട്ടെ അമ്മേ. പുറകെ ആരും പോകണ്ട. ഒരുപക്ഷെ ഇതായിരിക്കും പലതിന്റെ അവസാനം. മോളെ, എങ്ങോട്ടാ നമ്മള്? ഇവിടെ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. അച്ഛൻ്റെ വീട്, പുഴയോരം. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടതാ. ഞാൻ ഇനി അങ്ങോട്ടില്ല. പുഴയോരം വീടേ എന്റെ അച്ഛൻ്റെയാ. എനിക്കതിൽ അവകാശമുണ്ട്. എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാ അത് അമ്മയ്ക്കും കൂടി ഉള്ളതാ. നമ്മൾ അങ്ങോട്ട് തന്നെ പോവും. അതിലൊരു മാറ്റമില്ല. അമ്മയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ ബഹളത്തിനിടയ്ക്ക് അമ്മ അത് മറന്നുപോയതാ. എന്താ അമ്മേ? അത് വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം ശ്രീനിവാസ് സാറ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ദിവസം എന്ന് ചെയ്തു തീർക്കാനുള്ള വലിയൊരു കടമ ഞാൻ ചെയ്തു തീർത്തിരിക്കുന്നു. അതെന്താ? ഇതെന്താണെന്നറിയോ? എനിക്കുള്ള സകല വസ്തുവകകളും കൃഷ്ണമോളുടെ പേരിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്ന പ്രമാണ. നിശ്ചയം കഴിയും വരെ രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പാലിച്ചു. പിന്നെ നടന്നതൊക്കെ ഒരു കോലാഹലമായിരുന്നല്ലോ. അതിനിടയിൽ എനിക്ക് ഇതോർക്കാനോ പറയാനോ സമയം കിട്ടിയില്ല. അമ്മേ, അച്ഛൻ്റെ മോൾക്ക് വേണ്ടി ഇത് ചെയ്തത് കൃത്യസമയത്താ. എഴുതി വെച്ച പ്രമാണം അനുസരിച്ച് പുഴയോരം വീട് എന്റേതും അമ്മയുടേതും കൂടിയാ. അച്ഛനെ ദ്രോഹിക്കാനും ഇല്ലാതാക്കാനും നോക്കിയവര് ഇനി ആ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചെല്ലുന്നത് അവിടെ താമസിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ താമസിക്കാൻ യോഗ്യതയില്ലാത്തവരെ പുറത്താക്കാനും കൂടിയാ.
ശ്രീനിവാസ് സാറിനോട് ഇത്രയൊക്കെ ചെയ്തവര് നമ്മളോട് എങ്ങനെയായിരിക്കും? എന്തു നേരിടാനുള്ള ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. ആ വീടും പറമ്പും നമ്മുടെ പേരിലാണെങ്കിൽ അച്ഛനെ ചതിച്ചവരെ അവിടെ തുടരാൻ ഞാൻ അനുവദിക്കില്ല. അവൻ നടക്ക്. ഓടി ഓടി മടുത്തില്ലേ അമ്മേ? ഒരു ജീവിതകാലം മുഴുവൻ ഓട്ടമായിരുന്നില്ലേ, ഒരു പമ്പരം പോലെ? ഇനി എന്റെ അമ്മയ്ക്കൊന്ന് വിശ്രമിക്കണ്ടേ? എനിക്ക് ജീവിക്കണ്ടേ? അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം. അതിന് നമ്മൾ പോയേ പറ്റൂ. അവകാശങ്ങള് ചോദിച്ചു വാങ്ങിച്ചേ പറ്റൂ. അവൻ നടന്നേ, വാ. മമ്മിയുടെ മമ്മി എവിടെയെന്ന്? എന്താ മോളെ? മമ്മി, സ്ത്രീയും പുരുഷനും തമ്മില് ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത കാലാണോ ഇത്? ഒന്നും ചെയ്യാനും പറയാനും ഒരു പെണ്ണിന് അവകാശമില്ലേ? മോളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കളരിക്കൽ ഇന്ന് ഇറങ്ങിപ്പോന്താ. ഇറങ്ങിപ്പോന്നോ? എന്തിന്? നവീൻ എന്നെ തല്ലി. വേറെ എന്തെങ്കിലും ഒരു കാരണമായിരുന്നെങ്കിൽ ഞാനത് സഹിച്ചേനെ. പക്ഷെ നവീൻ എന്നെ തല്ലിയതേ ആ കീർത്തിക്ക് വേണ്ടിട്ടാ. മോളെ? ആ മമ്മി, കീർത്തിയും അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ എന്റെ സന്തോഷം തകർക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു അത് നവീന് വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ. എന്നിട്ട് കീർത്തിയെ കുറിച്ച് പറഞ്ഞപ്പോ നവീന് പൊള്ളി. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് എന്റെ കവളത്തടിച്ചു. എന്നിട്ട് നാണം കെട്ടി തല കുനിച്ച് ഞാൻ ഇവിടെ വന്നു നിൽക്കുന്നു. പറ മമ്മി. മോള് പറഞ്ഞത് ശരിയാണെങ്കിൽ അത് ഞാൻ ക്ഷമിക്കില്ല. ആ നിർമ്മലെ പോലുള്ള ഒരുത്തിയുടെ മകൾക്ക് വേണ്ടി നീ അനുഭവിക്കേണ്ട കാര്യമില്ല. മാം, ഫോൺ ചെയ്യുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ വിശദമായിട്ടൊന്ന് അന്വേഷിക്കണ്ടേ? ഇതിനു മുമ്പും പല നിസ്സാര കാര്യങ്ങൾക്കും വഴക്കുണ്ടാക്കി ഗാഥാമാഡ ഇതുപോലെ ഇറങ്ങി വന്നിട്ടില്ലേ? എന്നിട്ട് എത്രയോ തവണ മാമിന് കളരിക്കൽ കുടുംബക്കാരോട് മാപ്പും പറയേണ്ടി വന്നിട്ടില്ലേ? ആരുടെ ഭാഗത്താ തെറ്റെന്ന് അറിഞ്ഞിട്ട് മതി മാം ഇങ്ങനെ പ്രതികരിക്കാൻ. മമ്മിയോട്ടൊന്ന് മാറിക്കേ. എടി, ഇതൊക്കെ പറയാൻ നീ ആരടി? ചോദിച്ചത് കേട്ടില്ലേ? എന്റെയും എന്റെ മമ്മിയുടെയും കാര്യങ്ങളില് തീരുമാനമെടുക്കാൻ നിനക്ക് എന്ത് അവകാശം? ഞാൻ എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം പറഞ്ഞു, അത്ര തന്നെ. ആഹാ, നിനക്ക് ബോധ്യമുള്ള ഏതൊരു കാര്യം നീ അങ്ങനെ വിളിച്ചു പറയോ? പറയും. തെറ്റ് കണ്ടാ അത് പറയുന്നതിന് എന്താ കുഴപ്പം? എടി മോളെ, എന്താ നീ കാണിക്കുന്നേ? ആരാ മമ്മി? മമ്മി ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാ ഇവക്ക് തടയാ എന്താ അധികാരം? ശമ്പളം വാങ്ങുന്ന ജോലിക്കാരിയാണെങ്കിലേ അടങ്ങി ഒതുങ്ങി നിൽക്കണം. അതിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിന് വിനയം കാണിക്കണം. അല്ലാതെ എന്നെ അനുസരിപ്പിക്കാൻ വരരുത്.